അർദ്ധസൈനികരോട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുടരുന്ന അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് അർദ്ധസൈനിക വിമുക്ത ഭടന്മാരുടെ ഏകോപന സമിതി ഭാരവാഹികൾ പ്രസ് ക്ലബ്ബിൽ പറഞ്ഞു. വിവിധ സംഘടനകൾ ചേർന്നാണ് കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് എക്സ് സെൻട്രൽ പാരാമിലിറ്ററി ഫോഴ്സസ് പേഴ്സണൽ എന്ന ഏകോപന സമിതി രൂപീകരിച്ചത്. ഏകോപന സമിതിയുടെ ആദ്യ യോഗം കഴിഞ്ഞ ദിവസം നടന്നു. ഇതിൽ 15 അംഗ എക്സിക്യൂട്ടീവിനെ തെരഞ്ഞെടുത്തു. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ സി ബാലകൃഷ്ണൻ, ചീഫ് കോർഡിനേറ്റർ എം.കെ. ഗോപിനാഥൻ, പി.ടി. കുഞ്ഞികൃഷ്ണൻ, ഹരീന്ദ്രൻ, സുരേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കുടുംബത്തെ പോലും മര്യാദ നോക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന കണക്ക് ഈ കണക്ക് ഗവൺമെന്റിന്റെ, അതായത് പ്രതിപക്ഷ എംപിമാരുടെ ചോദ്യത്തിന് ആഭ്യന്തര സഹമന്ത്രി തന്നെ പറഞ്ഞു. ഒരൊറ്റ ഒരു സമയത്ത് കണക്കെടുത്ത് നോക്കുമ്പോൾ 5 വർഷത്തിനുള്ളിൽ ഏകദേശം 47,000 ആൾക്കാർ വണ്ടി റിട്ടയർമെന്റ് കഴിഞ്ഞൊരു ടേബിളിൽ നോക്കുന്നത് നോക്കുക. ഒരു 5 വർഷത്തിനുള്ളിൽ 47,000 ആൾക്കാർ ഈ സൗകര്യം ഉണ്ടെങ്കിൽ അവർ യൂട്ടിലൈസ് ചെയ്യില്ല. അപ്പൊ എന്താണ്, 90% ആൾക്കാരും 20 വർഷം ആവാൻ വേണ്ടി കാത്തിരിക്കുക. അതിനുശേഷം അതെന്തായിരുന്നത് വണ്ടി റിട്ടയർമെന്റ് വീട്ടിലേക്ക്. ബാക്കി 10% ആൾക്കാർ അത് ചിലപ്പോ ഒരു പേരിന് കുറച്ച് ലോവർ ഗ്രേഡ് ഉണ്ടാവും. ബാക്കിയെല്ലാം തന്നെ ഉന്നത നിലവാരത്തിൽ ഉന്നത റാങ്കിൽ ജോലി ചെയ്യുന്നവർ മാത്രമാണ് 60 വയസ്സ് വരെ അവിടെ ജോലി ചെയ്യുന്നത്. അപ്പോ ആ പറയുന്നതിനൊന്നും ഒരു അർത്ഥമില്ല. ഇനി അഥവാ പട്ടാളക്കാരുടെ കാര്യം എടുത്തു നോക്കാം. അവരുടെ എതിരല്ല നമ്മൾ പറയുന്നത്. നമ്മൾ ഇപ്പോഴും പറയുന്നതാണ് ലോകത്തിലെ 4ാമത്തെ സൈനിക ശക്തി എന്നത് അവർക്ക് വേണമെന്നെല്ലാം കൊടുക്കണം. പക്ഷേ അതിനേക്കാൾ കാഠിന്യമേറിയ ഡ്യൂട്ടി ചെയ്യുന്ന നമ്മൾക്ക് തരില്ല എന്ന് പറയുന്നത്, അർദ്ധസൈനികർക്ക് തരില്ല എന്ന് പറഞ്ഞാൽ അതൊരു ജസ്റ്റിഫിക്കേഷൻ ആവുന്നില്ല. അത് ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത കാര്യം. അതാണ് നമ്മൾ എപ്പോഴും ഉയർത്തി കാട്ടാൻ ശ്രമിക്കുന്നത്. പോരായ്മകൾ പരിഹരിക്കണമെങ്കിൽ അത് ഗവൺമെന്റിന്റെ പരിപാടിയാണ്. എത്ര നിയമങ്ങൾ നമ്മൾ ഇന്ത്യയിൽ മാറ്റപ്പെട്ടു. എന്തുകൊണ്ട് ഈ സിവിൽ സർവീസ് കൊണ്ട് മാത്രം അർദ്ധസൈനികരെ മാറ്റിക്കൂടാ? അപ്പൊ അതൊരു തെറ്റായ നടപടിയാണ്. അതുകൂടാതെ 2004 മുതൽ സർവീസിൽ കയറിയ ആൾക്കാർക്ക് ആ പഴയ രീതിയിലുള്ള പെൻഷൻ പോലും അർഹതയില്ല. അപ്പൊ അതൊരു ശരിക്കും പറഞ്ഞൊരു എന്താ പറയേണ്ടത്, മൗലികാവകാശത്തിന്റെ ലംഘനമാണ് ശരിക്കും പറയുന്നത്. അതായത് തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന ഒരു അവസ്ഥയിൽ നിന്ന് നമ്മളെ വഞ്ചിക്കരുത്.